അസ്സലാമു അലൈക്കും. അപ്പോൾ ജാമീസ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു തരിക്കഞ്ഞിയാണ്. അതായത് നല്ല ടേസ്റ്റാണ് ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ആണ് ഉണ്ടാക്കിയത്. ഞാൻ തേങ്ങാക്കൊത്തിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കണേ. അപ്പോൾ ഇനി എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി. പക്ഷേ നല്ല ടേസ്റ്റ്. ആ തേങ്ങാക്കൊത്തോടെ ഒന്ന് കടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു കീറ് നല്ല ഒരു ടേസ്റ്റാണ്. മൊരന്നിരിക്കും തേങ്ങാക്കൊത്ത്. അപ്പോൾ അതുകൂടെ ഒന്ന് കടിച്ചൊക്കെ വേണ്ടേ. തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ചുകൂടെ കോരിയിടുകയാണ്. അതുകൂടെ ഒക്കെ ഒന്ന് കടിച്ചിട്ടുണ്ടല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ. ഞാൻ ഇച്ചിരി റവ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് റവയാണ്. അതായത് 2 കപ്പ് പാലിലാണ് ഞാൻ 1 കപ്പ് റവ എടുത്തേക്കുന്നത്. പാലിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ എടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. അത് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് അതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാണ്. ചെറുതായി അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ഒരു കൈപ്പിടി, ഒരു കൈ നിറച്ച് അത്രയും മതി കേട്ടോ, ഒത്തിരി വേണ്ട നമുക്ക്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി വെള്ള ഉണക്കമുന്തിരി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത സേമിയാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള രുചി കൂട്ടുന്ന ഒരു സാധനമാണ് ചെറിയുള്ളി. അതായത് നമ്മുടെ തരിക്കഞ്ഞിയെ സ്പെഷ്യലാക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ചെറിയുള്ളിയാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വേണം. അണ്ടിപ്പരിപ്പ് നമുക്ക് എത്ര തരിക്കഞ്ഞി ഉണ്ടാക്കുന്നോ അതനുസരിച്ചുള്ള അണ്ടിപ്പരിപ്പ് നമുക്ക് കൂട്ടിയോ കുറച്ചോ എത്ര വെള്ളം എടുക്കാം ഇഷ്ടം പോലെ. അപ്പം ഞാനൊരു കൈ നിറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് വേണം. പിന്നെ പാല് വേണം. 2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ചെറിയ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ചെറിയ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ചുമക്ക വറുത്തെടുക്കണം. അതായത് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ വറുത്തെടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കടിക്കാൻ കിട്ടത്തുള്ളൂ. ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ തേങ്ങാക്കൊത്തിട്ടില്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ ഇന്ന് കടിക്കുമ്പോൾ അണ്ടിപ്പരിപ്പിനൂടെ തേങ്ങാക്കൊത്തൂടെ ഒന്ന് കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു സുഖവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നമുക്ക് നല്ലപോലെ ബ്രൗൺ നിറമാക്കി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം ഇതേമാതിരി നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിൽ കൂടുതൽ ബ്രൗൺ ഷെയ്ഡായി നമുക്ക് അരിഞ്ഞു പോകും. അപ്പോൾ ഇത് മതി. പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഇനി വറുത്തെടുക്കുന്നത് എന്താണ്? സേമിയ. ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സേമിയാണ്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. എങ്കിലും നമുക്ക് അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റവയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്നിച്ചങ്ങ് വറക്കാം. റവയും റോസ്റ്റഡ് റവയാണ്. അതുകൊണ്ട് അധികം നേരം വറക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. രണ്ടും റോസ്റ്റഡ് ആയതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ഈ റവ വറക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കട്ട കെട്ടാതിരിക്കും. നമ്മൾ ഈ പാലിനകത്തോട്ടൊക്കെ ഒഴിക്കുമ്പോൾ കട്ട കെട്ടാതെ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ പച്ച റവ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ അറിയാത്തവരൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, കട്ടയും കെടത്തില്ല. അപ്പം നമ്മുടെ റവയും സേമിയായും നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വറക്കണ്ട. വറുത്ത റവയും സേമിയായതുകൊണ്ട് നമ്മൾ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കും. അപ്പോൾ അത് നമുക്കൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്കിനി ഇന്നത്തോടെ നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം.
നമുക്കിതൊന്ന് നമ്മുടെ മുന്തിരിങ്ങ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്തിരിങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് വറക്കുമ്പോഴത്തേനും നമുക്കൊന്ന് ചുമക്ക വറക്കാം. കാരണം ഒരു ബ്രൗൺ ഷെയ്ഡ് നിൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ എല്ലാ കരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി ചൂടുകട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഈ ഒരു ചായ കുടിക്കുന്ന കപ്പിന് ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ സേമിയയും റവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് അടിക്കിതൊന്നും പിടിക്കത്തില്ല. കാരണം നമ്മളിത് റവ വറുത്തതായതുകൊണ്ട്, റവയും സേമിയയ്ക്ക് വറുത്തതായതുകൊണ്ട് നമ്മൾ ഇടുമ്പോഴൊന്നും ചൂടോടെ ഈ ചൂട് പാലോട്ട് ഇടുമ്പോൾ അടിക്ക് പിടിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അത് നമുക്ക് ചിലപ്പം ഒരു ഭംഗികേടല്ലേ, നമ്മൾ പെട്ടെന്ന് ഇടുമ്പം തന്നെ കട്ട പിടിക്കുന്നത്. ഇതാകുമ്പോഴല്ലേ ഈസി. കാരണം ഇത് വറുത്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പേടിക്കാതെ തന്നെ അയ്യോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കട്ടയായി പോയല്ലോ, ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. റവ കട്ടയായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കൂട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളുടെ കോട്ടയം സ്റ്റൈലാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു തരിപ്പിഞ്ഞ് കാണും, പിന്നെ ഒന്നെങ്കിൽ ചപ്പാത്തി കാണും, അല്ലെങ്കിൽ ഇടിയപ്പം കാണും, അല്ലെങ്കിൽ പത്തിരി കാണും. ഇങ്ങനെ ഇറച്ചിക്കറിയും പത്തിരി ഇറച്ചിക്കറി കാണും, ഇടിയപ്പോ ഇറച്ചിക്കറിയും കാണും, പിന്നെ എന്തെങ്കിലും സമൂസായോ അങ്ങനെ എന്തെങ്കിലും കാണും. അല്ലാതെ ഒരുപാട് ഒന്നും വെക്കത്തില്ല ഞങ്ങൾ. പിന്നെ മെയിനായിട്ടും നമ്മൾ വയറിന് പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് നോമ്പ് കഞ്ഞി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ നോമ്പിൻ്റെ സ്പെഷ്യലാണത്. അത് കുടിച്ചിട്ട്, അതായത് ജീരകക്കഞ്ഞി എന്ന് പറയും, ജീരകക്കഞ്ഞി എന്നാണ് അതിന് ഞങ്ങൾ പറയുന്നത്. നോമ്പ് കഞ്ഞി എന്ന് ചിലടത്ത് പറയും. അപ്പോൾ അത് കുടിച്ച് നല്ല വയറ്റിന് നല്ല സുഖമാണ്. അത് കുടിച്ചിട്ട് നോമ്പ് തുറന്നിട്ട് പതുക്കെ ഈ തരിക്കഞ്ഞിയും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ വയറ്റിൽ ഗ്യാസോ അങ്ങനത്തെ ഒന്നും കെട്ടത്തില്ല. കാരണം നമ്മൾ ജീരകമൊക്കെ ചേർത്തില്ല കഞ്ഞി ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഒരു പിന്നത്തെ ഒരു സ്പെഷ്യലാണത്. അപ്പം നമ്മുടെ റവ വേണ്ടി ഇങ്ങനെ കുറുക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റവയൊന്ന് കുറുകി വരട്ടെ. ഞാനിതുപോലെ വലിയ 2 തവിക്ക് പഞ്ചസാര ചേർക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം അനുസരിച്ച് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പം നമ്മുടെ റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അപ്പോൾ ഞാനൊരു സാധനത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയത്. അത് നമ്മൾ ഇടുമ്പം തന്നെ പറയാമെന്നുള്ളതിലായിരുന്നു. ഏലക്ക ഒരു 4 ഉണ്ട്. അതിങ്ങനെ ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടെ ഇറങ്ങട്ടെ. അപ്പോൾ നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ റവ ഏകദേശം ഈ പരുവായിട്ടുണ്ട്. കുറുകി കണ്ടോ, ഇതേ പരുവാവണം, വെള്ളം പോലെ. കാരണം ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും കുറുകും. ഇത്രയും മതി. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനകത്ത് ഇത്തിരി നെയ്യ് ഞാൻ ഒഴിക്കുവാണേ. ഒരു 1.5 ടീസ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. അത് ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്യണം, പച്ചമണം മാറണം വരെ നല്ല ഫ്രൈ ആയിട്ട് വറക്കണം. അതായത് നല്ല ഒരു ഗോൾഡൻ കളർ വരെ വറക്കണം. എന്നാലേ ആ കരിക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചുമ്മാ വഴറ്റിയിട്ട് ചെയ്യരുത്. നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകണം. നമുക്കൊരു ക്ഷമ വേണം എല്ലാം ചെയ്യാം. പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്ഷമ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് രുചി നമ്മൾ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്ത കളർ വരുന്നത് അതേപോലെ ആവണം. കണ്ടോ, ഇത് മതി. കണ്ടോ, കറക്റ്റ് ഒരു കളറായില്ലേ? അപ്പം ഈ പരുവം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ വെച്ച് കഴിഞ്ഞ് നമ്മളൊരു ചെറു ചൂടോടെ തന്നെ കുടിക്കണം. ചിലവർ തണുപ്പിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിക്കും. ഞാൻ ചിലപ്പോൾ അങ്ങനെ കേട്ടോ, ബാക്കി വരുന്നതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കും. ഐസ്ക്രീം തിന്നുന്ന പോലെ. അതൊരു ടേസ്റ്റ് അല്ലേ നമുക്ക്, ഐസ്ക്രീമൊക്കെ തിന്നുന്ന പോലെ തിന്നാനായിട്ട്. മധുരമുള്ള സാധനമായതുകൊണ്ട്. പിന്നെ ഈ ഉള്ളി ഇടുന്നുണ്ട് വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ നമ്മുടെ തരിക്കഞ്ഞിക്ക്. അതെല്ലാവർക്കും അറിയാമല്ലോ, ഉള്ളി ഇടുന്നതിൻ്റെയാണ്. ഈ തരിക്കഞ്ഞി എന്ന് പറയുന്ന സാധനത്തിന് ഉള്ളിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള എന്താ പറയുക ആ ഒരു രുചിക്കൂട്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ വറുത്ത് വെച്ച ചെറിയ ഉള്ളിയും
കണ്ടോ ഇപ്പം നല്ല കളർ മാറി കണ്ടോ, നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനിയും മുന്തിരിങ്ങായും കാഷ്നട്ടും നമ്മുടെ എന്താ വെച്ചാൽ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അത് നമ്മളിതിലിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, അണ്ടിപ്പരിപ്പ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ലാസ്റ്റത്തെ സാധനം എന്നാണ്, തേങ്ങാക്കൊത്ത്. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതുപോലെ ഇങ്ങനെ വെതറി 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 ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് നമ്മുടെ സ്പെഷ്യൽ നോമ്പു തുറ തരിക്കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ തരിക്കഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം പ്ലീസ്. അതായത് കമൻറ്റ് ബോക്സിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ എന്താണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ അതോ കൊള്ളത്തില്ലയോ എന്ത് വേണേലും എഴുതാം, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്ത് കമൻറ്റ് എഴുതിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതല്ലേ കൂടുതൽ നല്ലത്. നമ്മളിത് ആ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മറ്റുള്ളവരോട് ഇത് കാണുമ്പം നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ കാണുമ്പോഴും അത് മറ്റുള്ളവർ കാണുമ്പോഴും അതെ എന്ന് നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണയായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ വാട്സപ്പിൽ അയക്കുന്നതുകൊണ്ടുള്ള ഇതുകൊണ്ടൊന്നല്ല പറഞ്ഞത്. നിങ്ങൾ വാട്സപ്പിൽ വായിച്ചോളൂ. എന്നാലും നമ്മളിതൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഇതിൻ്റെ ഒന്ന് റിപ്ലൈ ഇടണം പ്ലീസ്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.